നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നേ 5th സ്റ്റാൻഡേർഡ് SCERT ഫുൾ ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ SCERT 5th സ്റ്റാൻഡേർഡ് സയൻസ് മുഴുവൻ ചാപ്റ്റേഴ്സും എല്ലാവരും പഠിച്ച് സെറ്റായിട്ട് ഇരിക്കുവാണല്ലോ. നമുക്ക് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കണേ, കാരണം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എക്സാംസും കാര്യങ്ങളും ഒക്കെ ഇട്ടതാ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ടെസ്റ്റിലേക്ക് പോവാം. 25 ചോദ്യങ്ങളാ ഉള്ളത്. കട്ട് ഓഫ് 23 മാർക്കാണ്. എന്നിരുന്നാലും ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി തന്നെ ഓരോ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ച് എഴുതാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. ഒരിനം തുമ്പിയുടെ ലാർവയാണ് കുഴിയാന. കേരളത്തിൽ വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിൽ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നു. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവ പ്യൂപ്പ എന്നറിയപ്പെടുന്നു. അപ്പൊ 3 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന ഒക്ടോബർ 12, ജനുവരി 12, നവംബർ 12, ഡിസംബർ 12. 3. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ചൈന CNSA, റഷ്യ RSA, യൂറോപ്പ് ജാക്സ, ഇന്ത്യ ISRO. 4. ചുവടെ തന്നിരിക്കുന്നതിൽ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? മത്സ്യസമ്പത്ത് കണ്ടെത്തൽ, ബഹിരാകാശ ഗവേഷണം, ഭൂവിഭവങ്ങൾ കണ്ടെത്തൽ, ഇവയെല്ലാം. 5. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം കണ്ടെത്തുക. മലമ്പനി, കോളറ, കുഷ്ഠം, മന്ത്. 6. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ആനന്ദമോഹൻ ബോസ്, ആനന്ദമോഹൻ ചക്രവർത്തി, JC ബോസ്, CG സുദർശൻ. 7. ചുവടെ തന്നിരിക്കുന്നതിൽ അന്ധരെ സഹായിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വൈറ്റ് കെയിൻ, അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസ്, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. 8. ലഘുയന്ത്രങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ആദ്യത്തെ പ്രസ്താവന, ഉത്തോലകത്തിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ധാരം, യത്നം, രോധം എന്നിവ. രണ്ടാമത്തെ പ്രസ്താവന, യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. മൂന്നാമത്തേത്, പാക്കുവെട്ടി 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. 4ാമത്തേത്, ചവണ 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പൊ തെറ്റായത് കണ്ടെത്തുക. 9. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന മാർച്ച് 14, മാർച്ച് 26, ഡിസംബർ 14, ഡിസംബർ 26. 10. ചുവടെ തന്നിരിക്കുന്നതിൽ വാതക ഇന്ധനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഹൈഡ്രജൻ, ഡീസൽ, LPG, CNG. 11. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ആൽമരത്തിൽ വിത്ത് വിതരണം നടക്കുന്നത് ജന്തുക്കൾ വഴിയാണ്. 2. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലമാണ്. 3. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. അപ്പൊ ഇതിലെ ഓപ്ഷൻ നോക്കിയിട്ട് അനുയോജ്യമായ പ്രസ്താവന എടുക്കുക. 12. ചുവടെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽ ഉൾപ്പെടാത്തത് ഏത്? സൗരോർജം, LPG, തിരമാല, കാറ്റ്. 13. സൂര്യഗ്രഹണത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തേത്, സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുന്നു. രണ്ടാമത്തേത്, സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുന്നു. മൂന്നാമത്തേത്, സൂര്യഗ്രഹണം പ്രധാനമായും 4 തരത്തിലാണ് ഉള്ളത്. അപ്പൊ ഇതിലെ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണേ.
14. നീരാവി വെള്ളമായി മാറുന്നത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? സാന്ദ്രീകരണം, സംവഹനം, ബാഷ്പീകരണം, അഭിവഹനം. 15. സസ്യങ്ങളിൽ ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടക്കുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തുവാണ് ഹരിതകം. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നമാണ് അന്നജം. സസ്യങ്ങൾ പകൽ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. സാന്തോഫിൽ മഞ്ഞ നിറം, ആന്തോസയാനിൻ ചുവപ്പ്, ഹരിതകം പച്ച, കരോട്ടിൻ മഞ്ഞ. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതുക. 17. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പരാത സസ്യങ്ങൾ, ശവോപജീവികൾ, എപ്പിഫൈറ്റുകൾ ഇവയൊന്നുമല്ല. 18. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഉദാഹരണം കണ്ടെത്തുക. മോണോട്രോപ്പ, മൂടില്ലാത്താളി, ഇത്തിൽ കണ്ണി ഇവയൊന്നുമല്ല. 19. ചുവടെ തന്നിരിക്കുന്നതിൽ ഭൂകാണ്ഡത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഉരുളക്കിഴങ്ങ്, മരിച്ചീനി, ആറ്റുകൈത, കൊടങ്ങൽ. 20. സോവിയറ്റ് യൂണിയന്റെ ലൈക്ക ബഹിരാകാശത്തെത്തിയ വർഷം? 1957, 1958, 1959, 1960. 21. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ച വ്യക്തിയാണ് യൂറി ഗഗാറിൻ. രണ്ടാമത്തേത്, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21. മൂന്നാമത്തേത്, അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് 1959. നാലാമത്തേത്, അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. 22. രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ എന്ത് വിളിക്കുന്നു? സമഞ്ജനക്ഷമത, ദ്വിനേത്ര ദർശനം, ദീർഘദൃഷ്ടി ഇവയൊന്നുമല്ല. 23. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം? അമേരിക്ക, ചൈന, യൂറോപ്പ്, ബ്രസീൽ. 24. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പൂപ്പൻ താടി വിത്ത് വിതരണ രീതിയാണ് കാറ്റുവഴി. കാശിത്തുമ്പ പൊട്ടിത്തെറിച്ച്, അസ്ത്രപുല്ല് ജലം വഴി, മഹാഗണി കാറ്റുവഴി. 25. ഭൂമിയിലുള്ള ജലത്തിന്റെ ബഹുഭൂരിഭാഗവും സമുദ്രജലമാണ്. ഭൂമിയിലെ സമുദ്രജലത്തിന്റെ അളവ് എത്ര? 98%, 94%, 95%, 96.5%. അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ. ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് 3. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവ ലാർവ എന്നറിയപ്പെടുന്നു. അപ്പൊ തെറ്റായത് ഏതാ? 3 മാത്രം, ബി. 2. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12 സി. 3. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി യൂറോപ്പ്. യൂറോപ്പിന്റെ ബഹിരാകാശ ഏജൻസി ഏതാ? USA ആണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാ. ജാക്സ ജപ്പാന്റെയാ. 4. ചുവടെ തന്നിരിക്കുന്നതിൽ കൃത്രിമോപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇവയെല്ലാമാണ്. ഡി. 5. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം കണ്ടെത്തുക. കോളറയാണ്. ബി. 6. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർബഗ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ബി ആണ്, ആനന്ദമോഹൻ ചക്രവർത്തി. 7. ചുവടെ തന്നിരിക്കുന്നതിൽ അന്ധരെ സഹായിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ബി ആണ്, അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസ് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
8. ലഘുയന്ത്രങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തെറ്റായത് ഡി ആണ്. ചവണ 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. 9. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന്? സി. ഡിസംബർ 14. 10. ചുവടെ തന്നിരിക്കുന്നതിൽ വാതക ഇന്ധനത്തിന് ഉദാഹരണമല്ലാത്തത്? ഡീസൽ ആണ്. ഡീസൽ ദ്രാവക ഇന്ധനമാണ്. ഹൈഡ്രജൻ, LPG, CNG വാതക ഇന്ധനത്തിന് ഉദാഹരണമാണ്. 11. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. സി. 12. ചുവടെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൽ ഉൾപ്പെടാത്തത് ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൽ ഉൾപ്പെടാത്തത് LPG ആണ്. LPG പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. 13. സൂര്യഗ്രഹണത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഈ 2 മാത്രമാ. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നത് EMS ആണ് സൂര്യഗ്രഹണത്തിന്റെ കോഡ് എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നത്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. 3ാമത്തെ പ്രസ്താവനയും തെറ്റാ. സൂര്യഗ്രഹണം പ്രധാനമായി 3 തരത്തിലാണ് ഉള്ളത്. പൂർണ്ണ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം. അപ്പൊ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബി. 14. നീരാവി വെള്ളമായി മാറുന്നത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? സാന്ദ്രീകരണമാണ്. എ. 15. സസ്യങ്ങളിൽ ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടക്കുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് സി ആണ്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നം ഗ്ലൂക്കോസ് ആണ്. അത് പിന്നീടാണ് അന്നജമായിട്ട് മാറുന്നത്. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ളത്. 16. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായത് 4 ആണ്. 4 മാത്രം. കരോട്ടിൻ എന്നാൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ്. 17. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വാസസ്ഥലത്തിനായി മാത്രമാണെങ്കിൽ എപ്പിഫൈറ്റുകളാണ്. സി. 18. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഉദാഹരണം കണ്ടെത്തുക. ശവോപജീവികൾക്ക് ഉദാഹരണം മോണോട്രോപ്പയാണ്. 19. ചുവടെ തന്നിരിക്കുന്നതിൽ ഭൂകാണ്ഡത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഭൂകാണ്ഡം ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ്. എ. 20. സോവിയറ്റ് യൂണിയന്റെ ലൈക്ക ബഹിരാകാശത്തെത്തിയ വർഷം? എ. 1957. 21. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് സി ആണ്. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് 1958 58. 22. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്നാ വിളിക്കുന്നത്. ബി. 23. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. ഡി. 24. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി സി ആണ്. അസ്ത്രപ്പുല്ലിന്റെ വിത്ത് വിതരണ രീതി ജന്തുക്കൾ വഴിയാ. 25. ഭൂമിയിലുള്ള ജലത്തിന്റെ ഭൂരിഭാഗവും സമുദ്രജലമാണ്. ഭൂമിയിലെ സമുദ്രജലത്തിന്റെ അളവ് എത്ര? ഡി ആണ്. 96.5%. അപ്പോൾ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നന്നായിട്ട് ഇന്ന് ഈ ഒരു റിവിഷൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്ത് കാണണം. നിങ്ങളുടെ സ്കോർ എല്ലാം ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മളുടെ എക്സാംസ് എല്ലാം നിർബന്ധമായിട്ട് എഴുതണം. കാരണം നിങ്ങൾ എക്സാംസ് എഴുതി ശീലിക്കുമ്പോഴാണ്, എപ്പോഴും പറയുന്നതാണ്, വീണ്ടും വീണ്ടും ഞാൻ പറയാം, എക്സാംസ് എഴുതി ശീലിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നത്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് മനസ്സിലായി എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇതെനിക്കറിയാം ആ ഒരു മട്ടായിരിക്കും. അങ്ങനെയല്ല, എക്സാംസ് എപ്പോഴൊക്കെ എവിടെയൊക്കെ എക്സാംസ് കാണുന്നു അതെല്ലാം കയറി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ഈ ഏരിയ എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഈ ഏരിയ എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് നിങ്ങളെ പരീക്ഷാ ഹാളിലും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നാളത്തെ ടോപ്പിക്സ് ടെലഗ്രാം ചാനലിൽ ഇട്ട് തരാം. നാളെ നമ്മുടെ 10th മെയിൻസിൻ്റെ ഡേ 26 ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.